നമ്മളിനി മലബാറാണ്. മലബാറിലേക്ക് നമ്മൾ പോവുകയാണ്. മലബാറിൽ നിന്ന് സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷനി വെങ്കി. നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമാണ്. ഓ, ബാക്കിൽ അതാ പലഹാരങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. രാവിലെ തന്നെ കൊതിപ്പിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? സാധാരണ നമ്മുടെ ട്രിവാൻഡ്രം ലോബിയുടെ ഒരു എന്താണ് അവരുടെ ഒരു ശീലമാണ് തട്ടുകട, ചായക്കട ഒക്കെ. ഇപ്പൊ കോഴിക്കോട് മലബാർ ലോബി അത് ഏറ്റെടുത്തിരിക്കുന്നു. പലഹാരങ്ങൾക്ക് ഒട്ടും പുറകിലല്ല മലബാർ. സിനോജ് പറയൂ. നല്ല ചൂട് ചായ വേണോ? നല്ല ചൂട് ചായ വേണമെങ്കിൽ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വരാം. നല്ല ബദാം മരത്തിന്റെ ചുവട്ടിലുള്ള മജിദ്ഖാന്റെ തട്ടുകടയുണ്ട്. നിരന്നിരിക്കുന്ന കടികള് രാവിലെ കൊതിപ്പിക്കുന്നതല്ല, നല്ല ചൂടുള്ള കടികളാണ് അതിനകത്ത്. എന്താ സംശയം, ഞാൻ വന്നപാട് അതാണ് നോക്കിയത്. കല്ലുമ്മക്കായ ഉണ്ടോ? കേട്ടോ, ചൂടുള്ള കല്ലുമ്മക്കായാണ്, ഇപ്പൊ പൊരിച്ചെടുത്ത കല്ലുമ്മക്കായാണ്. ഇതുകൊണ്ടോ ക്ലോസ് പോയിക്കോട്ടെ. ചൂടുള്ള കല്ലുമ്മക്കായാണ്. ഉള്ളിവടയുണ്ട്, പഴംപൊരിയുണ്ട്, കാടമുട്ടയുണ്ട്. എത്ര മണിക്കാണ് മജിദൊക്കെ തുറക്കുന്നത്? നമ്മള് രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് ചായ ആവും. 4:30 മണിക്ക് ഇവിടെ വന്ന് വൃത്തിയാക്കി ആക്കി അടിച്ചൊക്കെ വരി 5 മണിന് പിന്നെ ചായ ആവും. നല്ല ചൂടുള്ള ഇത് മസാല ബോണ്ടയാണ് അവിടെ. മസാല ബോണ്ട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉള്ളിവട, പഴംപൊരി, കടക്ക പൊരിച്ച്, കാടമുട്ട, പരിപ്പ് വട, എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും. പൊരിക്കുന്നതും കൂടെ കാണിച്ചു തരാം. പൊരിക്കുന്ന രാവിലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലീവില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ലീവ് ആക്കുള്ളൂ. അല്ലെങ്കിൽ ഹോളിഡേ ഇല്ലാത്ത കടയാണ്. ഏത് സമയത്ത് തുറക്കും. മഴക്കാലത്ത് മാത്രമേ വയ്യോട്ടാവുള്ളൂ. രാവിലെ നല്ല ചൂടുള്ള കടിയും ചായയും കഴിക്കാൻ. എന്താ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇത് അഭിജിത്താണ്, നമ്മുടെ കൂടെ വന്ന സാരഥയാണ്. എങ്ങനെയുണ്ട് ചായ? അടിപൊളി. ചൂടുള്ള ചായയാണ്. ചൂടുള്ള ചായയാണ്. ഏതായാലും ചായ കുടിക്കാനും ആളുകൾ രാവിലെ നല്ല തിരക്കുണ്ടല്ലോ രാവിലെ മുതൽ. ഉണ്ടാവും. ഇങ്ങനെ നടക്കാൻ വരുന്നവരെ ഒരു ചായ കുടിച്ചു പോകും. മാസ്റ്റൊക്കെ നമ്മൾ എല്ലാ സ്ഥിരം വരുന്ന ആളാ? സ്ഥിരം ചായ കുടിക്കുന്ന ആളാണോ? സ്ഥിരം ഇവിടുന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു നമ്മുടെ ദിവസം തുടങ്ങുന്നത് ഇവിടുന്ന് എക്സസൈസ് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടുന്ന് ചായ കുടിക്കുക. മജീദൊക്കെ ചായ എന്ന റാഹത്താണ്. കടി കഴിക്കൂല? കടി ചിലപ്പം ഞാൻ കഴിക്കാറില്ല. എല്ലാവരും ഇവിടുന്ന് പൊരിച്ച് കഴിക്കുമ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്നതിന് തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുകൊണ്ടാണ്. എന്നാലും ഞായറാഴ്ചയൊക്കെ ഇവിടുന്ന് ഒരു 10 രൂപ കഴിച്ചാലൊരു ഹാപ്പി ആവുള്ളൂ. നല്ല സാധനങ്ങളാണ്, നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മജീദ്ക്കാർ പൊതുപ്രവർത്തനം കൂടിയാണ്. നമുക്കറിയാം, നമ്മളിതിലെ വരുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു ജനകീയ കടയാണിത്. എല്ലാവരും വന്ന് കഴിക്കും. ഇവിടെ വന്ന് കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്. റോഷന് ഏത് കടിയാണ് വേണ്ടത്? എനിക്ക് കല്ലുമ്മക്കായും മസാല ബോണ്ടയും എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉള്ളിവടയും. പക്ഷെ നിവൃത്തിയില്ല. എന്തായാലും നമുക്കപ്പോ വാർത്തയിലേക്ക് വരാം. ഈ മജീദ് അടിപൊളിയാണെന്ന് നമുക്ക് അവിടെയുള്ളവർ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സിനോജ്, എന്തായാലും മജീദ്ക്ക് നമുക്ക് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അല്ലേ? അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വരാം അല്ലേ? പ്രത്യേകിച്ച് ഈ പന്നിയങ്കര ടോൾ പ്ലാസയിലൊക്കെ പ്രദേശവാസികളുടെ വാഹനങ്ങൾ, അപ്പം അതിൽ നിന്നൊക്കെ ഈ സ്കൂൾ വാഹനങ്ങളടക്കം അതിൽ നിന്നൊക്കെ ടോൾ പിരിക്കുന്നു കേൾക്കുന്നുണ്ടല്ലോ സിനോജ്. അപ്പോൾ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നാട്ടുകാർക്ക് ടോൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവില്ല. കാരണം ആ ടോൾ പ്ലാസ വഴി ദിവസം ഒന്നിലേറെ തവണ പോയി വരേണ്ട നാട്ടുകാരുണ്ടാവും. വടക്കാഞ്ചേരി ടൗണിലൊക്കെ തന്നെ ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരൊക്കെ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് പോയി വരേണ്ട ആളുകളുണ്ടാവും. ആ ടോൾ പ്ലാസയുടെ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ടോൾ കൊടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാരും ജനകീയ കൂട്ടായ്മയും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പറയുന്നത്. കാരണം ഇന്നലെ തന്നെ രാത്രിയിൽ തന്നെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ ടോൾ പിരിക്കുമെന്ന് പറയുന്നു. അതായത് അവർ പ്രതിഷേധത്തിന് ഏറ്റവും ഒടുവിൽ ടോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് ആ ടോൾ പ്ലാസയുടെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ടോൾ വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ഈ ജനകീയ കൂട്ടായ്മ പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ്. അതുകൊണ്ട് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടുന്ന 6 പഞ്ചായത്തുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി പോകാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണകളൊക്കെ തന്നെ ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ടോൾ പിരിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഒപ്പം തന്നെ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകണമെന്ന് പറയുന്നു. അതും വിദ്യാർത്ഥികൾക്ക് മേലുള്ള ഒരു തിരിച്ചടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടായിരിക്കും സ്കൂൾ ബസ്സൊക്കെ തന്നെ ഓടുന്നത്. അതുകൊണ്ട് ടോളും കൂടെ കുട്ടികൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധ സാധ്യത ഇന്ന് അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. വെങ്കി, മറ്റൊന്ന്, ഈ പാതിവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ, അതിലിപ്പോ തുടർ നടപടികളൊക്കെ എന്തായിട്ടുണ്ട്? ഈ BJP ഇന്ന് പ്രതിഷേധം നടത്തുമെന്ന് അറിയുന്നുണ്ട്, അങ്ങനെയല്ലേ?
തീർച്ചയായിട്ടും റോഷനി, റിപ്പോർട്ടർ ടിവിയാണ്, ഇക്ബാലാണ് വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. പതിവില തട്ടിപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളികൾ വ്യാപകമായി പറ്റിക്കപ്പെട്ടിരിക്കുന്നു. സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ 60,000 രൂപയും ലാപ്ടോപ്പിനൊക്കെ തന്നെ പൈസ വാങ്ങിയിരുന്നു. ഈ പാലക്കാട് ചിറ്റൂർ നടന്നെന്ന് പറയുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ച് പണം വാങ്ങിയെന്നാണ് അവിടുത്തെ സ്ത്രീകൾ പരസ്യമായി റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വാസമായിരുന്നു. കാരണം ഇത് തട്ടിപ്പല്ലല്ലോ, മന്ത്രിയുടെ ഓഫീസിൽ തട്ടിപ്പ് നടത്തിയില്ലല്ലോ എന്ന് കരുതി അവിടെ വന്ന് പണം നൽകുന്നു. അത് സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയെന്നാണ് സ്ത്രീകൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ജനതാദൾ അംഗം കൂടിയ വാർഡ് മെമ്പർ കൂടിയായ ആ സീഡ് സൊസൈറ്റിയുടെ ആളെന്ന് പറയുന്നത് പ്രീതി രാജനാണ്. അവർ ജനതാദളിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അവരാണ് ഈ പണം പിരിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇന്ന് BJP പ്രവർത്തകർ ചിറ്റൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. മന്ത്രിയുടെ സ്റ്റാഫുകൾക്കും ഇതിൽ പങ്കിട്ടെന്നാണ് BJP പറയുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികളെ പിടിക്കട്ടെ എന്നാണ് മന്ത്രിയുടെ നിലപാട്. റോഷ്നി, യെസ്, ഈ ക്ഷേത്രത്തിൽ, കൊയിലാണ്ടി ക്ഷേത്രത്തിലെ ആനയിടഞ്ഞുണ്ടായ അപകടമെന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലേ സിനോജ്? ഈ ദേവസ്വം മന്ത്രി VN വാസവനൊക്കെ ഇന്ന് ക്ഷേത്രം സന്ദർശിക്കുമെന്ന് അറിയുന്നുണ്ട്. അതെ ദേവങ്കി, അതായത് പീതാംബരൻ, ഗോകുൽ, 2 ആനകൾ. ഈ 2 ആനകൾക്കും കോഴിക്കോട് ജില്ലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാപ്പ ചുമത്തിയ ആളുകളെ, കുറ്റവാളികളെ ജില്ല കടത്താറുണ്ട്. ഈ 2 ആനകളും ജില്ലയ്ക്ക് പുറത്ത് ഒരു ഉത്സവത്തിനും ഇവിടേക്ക് കൊണ്ടുവരേണ്ട എന്നാണ് ജില്ലാതല മോണിറ്ററിംഗ് സമിതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് ക്ഷേത്രത്തിലെത്തി സന്ദർശനം നടത്തുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രിയും കഴിഞ്ഞ ദിവസം അവിടെ വന്ന് സന്ദർശനം നടത്തുകയും മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2 ആനകളാണ്. ആ ആനകളുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്ററോട് നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർക്കെതിരെ കേസെടുക്കുമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വനം വകുപ്പും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇന്ന് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും. വനം വകുപ്പ് പേരാമ്പ്ര കോടതിയിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ആനപ്പാപ്പന്മാർക്കും ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും വീഴ്ച സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് 6 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ആ കാര്യങ്ങളും ഹൈക്കോടതിയിൽ നിന്ന് അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. കൊയിലാണ്ടി പോലീസും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ആനകളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ യാത്രാ രേഖകളും ആനകൾക്ക് നൽകിയ ഭക്ഷണത്തിൻ്റെ രേഖകൾ ഉൾപ്പെടെയാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്നുണ്ട്. റോഷ്നി, വെങ്കി. ശരി, സിനോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആനകളെ ഒരു ജില്ലയിൽ വിലക്കുന്ന ഒരു കാഴ്ച വരെ നമ്മൾ ഈ സംഭവത്തിൽ കണ്ടു. സസ്പെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു